സ്കൂളില്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ കേട്ടോ. ഇന്ന് ബന്ധോ ഹർത്താലോ അങ്ങനെ എന്തോ ആണ്, പണിമുടക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളില്ല, റിയാസ്കാക്ക് ഓടാനും പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിലുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും സ്കൂളില്ല എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല ബഹളമായിരിക്കും. പിന്നെ കുറച്ച് സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് വൈകി കേട്ടോ അടിച്ചത്. പിന്നെ ചെറുതായിട്ട് ചുമയും തൊണ്ടവേദനയും റജിക്കുട്ടിൻ്റെ എനിക്കും വന്നു. അപ്പോൾ അവളെയും കൊണ്ട് പോയി എനിക്കും വയ്യാണ്ടായിട്ടോ. അപ്പോൾ ചെറിയൊരു ചുമയും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ കുട്ടികളൊക്കെ ഓരോരുത്തരും മെല്ലെ എണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ലേശം നേരം കടന്നു കേട്ടോ ഞാനും. പിന്നെ ഇതാ കുക്കറിൽ ചോറും ഒരടുപ്പിൽ ചോറ് ഇറക്കി വെച്ചു. വേവുള്ള അരി ആയതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ റൈസ് കുക്കറിൽ വേവിച്ച് അതിൽ ഇറക്കി വെച്ചു കേട്ടോ. പ്രാവശ്യം റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി നല്ല വേവുള്ള അരിയാണ്. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ആഡംബരങ്ങളും ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ കഴിഞ്ഞു പോണ ഒരു ജീവിതമാണ് കേട്ടോ നമ്മുടേത്, ഒരു സാധാരണ ഫാമിലീൻ്റെ ജീവിതം. അപ്പം നമ്മളിന്ന് ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കി ഞാൻ. ചപ്പാത്തി പിന്നെ അതിലേക്ക് ചട്നി ആട്ടോ. പിന്നെ ഇന്നലെ രാത്രി കുറച്ച് പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചോറ് തേഞ്ഞില്ല. അപ്പോൾ ലേസ് കുറ്റിപ്പുട്ട് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അത് ലേസം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തിയും ചട്നിയും ഇഷ്ടമാണ്. അപ്പോൾ റിയാസ്കാക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ എപ്പോഴും ഇവിടെ പരിപ്പ് കറി തന്നെ കേട്ടോ വെക്കുക. മീനും ഇറച്ചിയൊക്കെ എപ്പോഴെങ്കിലും കേട്ടോ വാങ്ങുള്ളൂ. പിന്നെ മീൻ പറയുമ്പോൾ ഞാൻ കൂട്ടുന്നത് മത്തി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എപ്പോഴെങ്കിലും വാങ്ങുള്ളൂ. ഇപ്പം നല്ല വിലയല്ലേ. പിന്നെ ഇറച്ചി കൂട്ടുകയാണെങ്കിൽ ഞാൻ ചിക്കൻ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. ബീഫും ആടും അങ്ങനെയൊന്നും കൂട്ടൂല, ആടും പോത്തൊന്നും കൂട്ടൂല. അപ്പം ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനി പരിപ്പ് കറി കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. പിന്നെ ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ ഉടച്ച് ചട്നി അരക്കണം. അപ്പോൾ അവർ എണിച്ചപാടും ചപ്പാത്തി ഇത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഇതൊക്കെ കേട്ടോ. പിന്നെ ചെറുപ്പം മുതൽ ഞാൻ അധികം ഇറച്ചി മീനൊന്നും കൂട്ടാത്തത് കൊണ്ടോ എന്താണെന്നറിയില്ല, അതൊന്നും ഒരുപാട് വേണമെന്നുള്ളൊരു ആളൊന്നുമല്ല കേട്ടോ. ഞാനും എൻ്റെ മക്കളും അങ്ങനെ തന്നെ. എനിക്ക് ചെറുപ്പത്തിലൊന്നും അങ്ങനെ കൂട്ടി ശീലമില്ലാത്തത് കൊണ്ടായിരിക്കാം ഞാനിപ്പോൾ വലുതായപ്പോൾ ഇങ്ങനെ കഴിക്കാനൊരു ഇത് പറ്റില്ല കേട്ടോ. കഴിക്കുകയാണെങ്കിൽ ഞാൻ കോഴി മാത്രമേ കഴിക്കുകയുള്ളൂ. അത് വാങ്ങും, ഇടയ്ക്കൊക്കെ വാങ്ങിക്കും. കുട്ടികൾക്ക് ലീവുള്ള ദിവസം സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ വാങ്ങിക്കലും വെക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം അടുക്കള നിരന്ന് കിടക്കുകയാണ്. അടുക്കള മാത്രമല്ല, ഹാളും സിറ്റ് ഔട്ടും ഒക്കെ നമ്മുടെ പാത്തൂട്ടി ചായ കുടിച്ച അഭിഷേകം കേട്ടോ കാണുന്നതൊക്കെ. അവൾ ചായ കുടിച്ചാൽ പിന്നെ തുപ്പിയും കൊണ്ടേ ഇരിക്കും. അവൾക്ക് എന്ത് കൊടുത്താലും അവൾക്ക് കുറച്ച് അവിടെ കളയണം, അങ്ങനത്തെ ഒരു ആളാട്ടോ നമ്മുടെ ഫാത്തു. അപ്പോൾ പിന്നെ 2-3 ദിവസം വെള്ളമൊന്നും വന്നിട്ടില്ല കേട്ടോ. പൈപ്പ് വെള്ളം എന്തോ 2 ദിവസം വരില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കിണർ വെള്ളം കേട്ടോ അടിച്ച്, അല്ലാണ്ട് ഉപയോഗിക്കാൻ വെള്ളമില്ലല്ലോ. അപ്പോൾ ഞാൻ അക്കോറി ഒന്ന് കഴുകുക കേട്ടോ. റിയാസ്കാർക്ക് ഒന്ന് ലീവും അല്ലേ. പിന്നെ നമ്മുടെ പഴയ പണിയൊക്കെ അടുക്കി പെറുക്കി ഒതുക്കി അടിക്കലും ഒക്കെ കേട്ടോ. അപ്പോൾ ഇന്നലെ തുടച്ചപ്പോൾ ഇന്ന് തുടക്കണമൊന്നുമില്ല. പിന്നെ ബെഡ് കനമില്ലാത്തതുകൊണ്ട് നമുക്ക് പൊന്തിച്ചങ്ങോട്ട് വെക്കാനും പറ്റും കേട്ടോ. ഇനി കുറച്ച് തിരുമ്പാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് മെഷീനിൽ ഇടണം കേട്ടോ. അപ്പോൾ കിണർ വെള്ളത്തിലാണ് ഇന്ന് തിരുമ്പണം. പിന്നെ അടിച്ചു വാരി, പിന്നെ കുട്ടികൾ പിന്നെ സ്കൂളിൽ, പിന്നെ റിജിക്കുട്ടിക്ക് ഇന്ന് ഇത്തിരി സമാധാനം ഉണ്ട് കേട്ടോ ആവിയൊക്കെ പിടിച്ചപ്പോൾ. അപ്പോൾ കട്ടിലിനടിയിൽ ഞാൻ കുറച്ച് റിയാസ്ക്ക് മാങ്ങ കൊണ്ട് തന്നപ്പോൾ അത് ഞാൻ പഴുക്കാൻ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ എടുത്ത് കഴിക്കൽ കഴിഞ്ഞു. പിന്നെ 2-3 കൂടി തന്നെ ഉള്ളൂ. അപ്പോൾ ചോറ്റിലേക്ക് ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് കഴിച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു മാങ്ങൻ്റെ ആളായതുകൊണ്ട് അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. കുറച്ച് ഉപ്പിലിട്ട് കഴിഞ്ഞു. കുറച്ച് ഇങ്ങനെ മുളകിട്ട് കഴിക്കുക. പിന്നെ കുറച്ച് പഴുപ്പിച്ചു ഒക്കെ ഓരോ സമയത്ത് ഇങ്ങനെ എടുത്ത് കഴിക്കും കേട്ടോ. പിന്നെ റജിക്കുട്ടിക്ക് മാറിയപ്പോൾ എനിക്കാണ് ഇത്തിരി തൊണ്ടക്കൊരു ഇത്. പിന്നെ ഞാൻ എല്ലാവിടെയും അടിച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്വേറിയനും റിയാസ്ക്ക് വൃത്തിയാക്കി. അങ്ങനെ ഇനി അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് തുണിയൊന്ന് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് പൈപ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുളിക്കാനൊക്കെ നമ്മൾ പൈപ്പ് വെള്ളം തന്നെയല്ലേ യൂസ് ചെയ്യുക. പിന്നെ വേസ്റ്റ് എടുക്കാൻ മാസത്തിൽ ഒരിക്കൽ വരുള്ളൂ. അങ്ങനെ ഇനി പരിപ്പ് കറി വെക്കണം. പിന്നെ അച്ചാറും പപ്പടം പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് മീൻ ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ല, വാങ്ങിക്കണം ഇനി. പിന്നെ അതിൻ്റെ ഒരു ആഗ്രഹവും ഇല്ല കേട്ടോ. വീട്ടിൽ എന്താ ഉള്ളത് അത് ഇട്ട് തട്ടിക്കൂട്ടി നമ്മൾ വെക്കും. പിന്നെ ഇറച്ചി വേണം മീൻ വേണം നിർബന്ധമൊന്നുമില്ല, മക്കളും ചോദിക്കൊന്നുമില്ല. നമ്മൾ എന്താ കൊടുത്താൽ അത് അവർ കഴിക്കും കേട്ടോ. റിയാസ്ക്ക് അങ്ങനെ തന്നെ. റിയാസ്ക്ക് പിന്നെ ബീഫൊക്കെ അത്യാവശ്യം കൂട്ടും, പക്ഷെ വാങ്ങി തന്നെ വെച്ച് കൊടുക്കും കേട്ടോ.
പിന്നെ നമുക്ക് പെരുന്നാൾ വലിയ പെരുന്നാളായൊക്കെ ഇറച്ചി കിട്ടിയാലൊക്കെ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ റിയാസ്ക്കാക്ക്. ഞാൻ കൂട്ടൂല, കുട്ടികളും കൂട്ടൂല. റിയാസ്ക്കാക്ക് വെച്ച് കൊടുക്കും കേട്ടോ. ചോദിച്ച് പറഞ്ഞാൽ ഉണ്ട് പറഞ്ഞാൽ വാങ്ങിക്കൊടുത്ത് തന്നാലൊക്കെ ഞാൻ വെച്ച് കൊടുക്കും. പിന്നെ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ ഒന്നും കൂട്ടി ശീലമില്ല കേട്ടോ. അന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ അത് അങ്ങനെ ആയിരുന്നു, ഒന്നും ശീലിപ്പിച്ചിട്ടില്ല. ശീലിപ്പിച്ചാൽ പിന്നെ അതിൻ്റെ ആവശ്യം വരുമ്പം ബുദ്ധിമുട്ടൂലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അന്നത്തെ ഒരു ജീവിതം അങ്ങനെയായിരുന്നു കേട്ടോ. കഴിവില്ലാത്തതും പിന്നെ ഉമ്മ പണിക്ക് പോയിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ജീവിതം. നമ്മൾ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ചു, അത്ര തന്നെ. അങ്ങനെയാണ് നമ്മുടെ പോയ ജീവിതങ്ങളൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ രാവിലെ കഴിച്ചതിൻ്റെ. പിന്നെ ഇതാ ഇനി പാത്രങ്ങൾ കുറച്ചും കൂടി കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വിട്ടാൽ പിന്നെ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. കറിയും ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ എന്താണ്, പരിപ്പ് കറി തന്നെ കേട്ടോ ഒന്നും. പിന്നെ കഷ്ണങ്ങളൊന്നും ഇടില്ല കേട്ടോ. വെറുതെ പരിപ്പും തക്കാളി വലിയുള്ളി ഇട്ട് തേങ്ങ കൂട്ടി താളിക്കും, അതേ പറ്റുള്ളൂ. കായറികളൊന്നും ഇട്ടാൽ കുട്ടികൾ കൂട്ടുമില്ല. ഉപ്പേരി വെച്ചാലും കൂടി കൂട്ടില്ല കേട്ടോ. അവർക്ക് മെയിനായിട്ട് പരിപ്പിച്ചാറും മുട്ട പൊരിച്ചതും പപ്പടം പൊരിച്ചതൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. അവർ ഹാപ്പിയാണ്. ചിക്കൻ വേണം, മീൻ വേണം പറഞ്ഞിട്ട് വാശി പിടിച്ച് കരയുകയോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ മേടിച്ച സമയത്ത് എന്നാലും അവരും എന്നെ പോലെ തന്നെ കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, മീനിനോടൊരു ഇതൊന്നുമില്ല. ഇറച്ചി മീനും വേണം എന്നുള്ളൊരു വാശിയൊന്നുമില്ല കേട്ടോ. നമ്മൾ കിട്ടുന്ന സമയത്ത് കഴിക്കും, അത്ര തന്നെ. പിന്നെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെ ഞാനിന്ന് പരിപ്പ് കറി തന്നെ കേട്ടോ ഒന്നും വെച്ച്. അവർക്കൊക്കെ പരിപ്പ് കറിയാകുമ്പോൾ 2 വറ്റ് അധികം തിന്നും. അല്ലാണ്ട് വെച്ച് കഴിഞ്ഞാൽ പുളിവീത്തി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ പരിപ്പിച്ചാറിൽ കുറച്ച് മാങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഇടും കേട്ടോ, ലൈറ്റായിട്ട് പുളിപ്പിന് വേണ്ടിയിട്ട്. അപ്പം തന്നെ ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ റൈസ് കുക്കറിൽ കേട്ടോ ഇവിടെ വന്ന ശേഷം വെക്കാൻ തുടങ്ങിയത്. അവിടെ പിന്നെ നമ്മൾ അടുപ്പിൽ തന്നെ വെക്കുക. പിന്നെ എനിക്ക് ഈ കുക്കർ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം നമ്മൾ ആദ്യം ഇരുന്നവിടെ ഒരു പൊട്ടിത്തെറിച്ച കാരണം കൊണ്ടാണ് ഞാൻ ഈ റൈസ് കുക്കർ വാങ്ങിയത് കേട്ടോ. എനിക്ക് കുക്കർ അടയ്ക്കാനും തുറക്കാനും ഒക്കെ പേടിയാണ്, ഭയങ്കര പേടിയാണ്. വെക്കാനും കറിയാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ പേടിയാണ് കേട്ടോ. എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക എന്നുള്ളൊരു ബേജാറാണ്. ഞാൻ അതിൽ നോക്കിയിട്ടൊക്കെ ചെയ്യുള്ളൂ ഞാൻ എന്തായാലും. അതുകൊണ്ടാണ് ഞാൻ റൈസ് കുക്കർ തന്നെ മേടിച്ചത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുക്കറിൽ എനിക്കൊന്നാമത് റിയാസ്ക്കാക്ക് പിന്നെ കുക്കറിൽ ചോറ് വെച്ചാലും ഇഷ്ടമില്ല. അടുപ്പിലിങ്ങനെ തിളച്ച് വെന്ന ചോറാണ് ഇഷ്ടം. പിന്നെ ഞാൻ വേവുള്ള അരിയാണെങ്കിൽ മാത്രം കേട്ടോ റൈസ് കുക്കറിൽ വെക്കുകയുള്ളൂ. അല്ലാത്ത അരിയൊക്കെ അടുപ്പിൽ തന്നെ വെക്കുക. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയത് അറിഞ്ഞില്ല കേട്ടോ. എത്ര പെട്ടെന്ന് ഓരോ ദിവസം കടന്നു പോകണതില്ല. ഇൻഷാ അല്ലാഹ്. അപ്പം നോമ്പൊക്കെ ആവാനായി. ഇപ്പോൾ എല്ലാവരുടെയും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും നനച്ചുള്ളിപ്പണി തന്നെ, റെസ്റ്റൊന്നുമില്ല. പിന്നെ ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞ പോലെയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് അംഗമാണ് ഇവിടെ എല്ലാവരും കുട്ടികളുടെയൊക്കെ. ഇനിയിപ്പോൾ ഫാത്തിമക്കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവളും ഇങ്ങനെ ഒന്നരാട സ്കൂളിലൊക്കെ പോകും. അതിനുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ മെഷീനിൽ തുണികളിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉണങ്ങാനിടണം. അടുക്കളയിൽ ഞാനിതാ വേസ്റ്റൊക്കെ നമ്മളൊരു കവറിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് തോനെ പേപ്പറുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ട് വെച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങോട്ടൊന്ന് പെറുക്കിയെടുത്തൊക്കെ ഒന്ന് കവറിലാക്കി അടിച്ചു കൂട്ടി കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 10-ാം തീയതി 13-ാം തീയതി ഒക്കെ ആയിട്ട് അവർ വരും വാങ്ങിക്കാൻ. അപ്പോൾ നമ്മളൊക്കെ പിക്കപ്പിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഞാനിത് അടുക്കള എല്ലാവിടെയും അടിച്ചു തുടച്ചു. ഞാൻ അടുക്കളയും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് തുടക്കുമ്പോൾ എപ്പോഴും ഞാൻ അടുക്കളയും ചേർത്തി തുടക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഹാളൊന്നും തുടച്ചിട്ടില്ല കേട്ടോ, ഇന്നലെയൊക്കെ തുടച്ചു. അപ്പോൾ ഇനി ഇത് ഇവിടെ മാത്രം ഒന്ന് അടിച്ചു വിട്ട പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ പാത്തുക്കുട്ടിക്ക് അതിൻ്റെ ഇടയിൽ വിശക്കണം പറഞ്ഞപ്പോൾ ചോറൊക്കെ കൊടുത്തു. ഞാൻ ചോറ് കൊടുത്ത് അവളെ ഒരു ഭാഗത്ത് കടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ചില നേരം കുറച്ച് നേരം TV നോക്കിയിരിക്കും, ഇല്ലെങ്കിൽ അവളങ്ങനെ കടന്ന് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ പാട്ട് കേട്ട് കിടക്കും. പിന്നെ ഞാൻ ആ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ച് കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കി, കുറച്ച് മധുരം കുറച്ച് പുളിപ്പുള്ള മാങ്ങ കേട്ടോ. അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറക്കണ്ട, എല്ലാവരും ഓരോ ലൈക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.